പുലരിയിലെ ഇളം വെയിലിൽ തിളങ്ങുന്ന താഴികക്കുടം, കാറ്റിലിളകുന്ന ആലിന്റെ തളിരിലകൾ, കൽവിളക്കിൽ കുറുകുന്ന അമ്പലപ്രാവുകൾ, എരിയുന്ന തിരുനാളവും നിറയുന്ന കർപ്പൂരഗന്ധവും, ഗ്രാമീണ ഭംഗി നിറഞ്ഞു തുളുമ്പുന്ന ആദിത്യപുരം സൂര്യക്ഷേത്രത്തിന് പ്രത്യേകതകളേറെയുണ്ട്. സൂര്യനെ ആരാധിക്കുന്ന പതിവ് പണ്ടു മുതലേ ഭാരതത്തിലുണ്ട്. പ്രത്യക്ഷ ദൈവവും പ്രപഞ്ചത്തിന്റെ ഊർജ സ്രോതസ്സുമായ സൂര്യഭഗവാനെ വിഗ്രഹരൂപത്തിൽ പ്രതിഷ്ഠിച്ചാരാധിക്കുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കോട്ടയം ജില്ലയിൽ കടത്തുരുത്തിക്കടുത്ത് ഇരവിമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന ആദിത്യപുരം സൂര്യക്ഷേത്രം. മറ്റു പല ക്ഷേത്രങ്ങളിലും സൂര്യഭഗവാനെ ഉപദേവതയായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എന്നാൽ തപസ്സിരിക്കുന്ന രീതിയിൽ സൂര്യഭഗവാൻ മുഖ്യ പ്രതിഷ്ഠയായുള്ള ക്ഷേത്രമാണിത്. ഞങ്ങളുടെ ഇല്ലത്തെ വളരെ പൂർവികനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം വലിയ സൂര്യോപാസകനായിരുന്നു. അദ്ദേഹം ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് സൂര്യനെ തപസ് ചെയ്ത് വളരെ കാലം തപസ് ചെയ്തു എന്നാണ്. തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് അദ്ദേഹം പ്രത്യക്ഷമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് തന്നെ വരമായിട്ട് ലഭിച്ച വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹം ഇവിടുത്തെ പൂജാവിധികളെല്ലാം ചിട്ടപ്പെടുത്തി അത് എൻ്റെ പരമ്പരയായിട്ടുള്ള ആൾക്കാർ തന്നെ അത് നിത്യപൂജ ചെയ്യണം എന്നുള്ള വ്യവസ്ഥ അദ്ദേഹം ചെയ്തു. ഞായറാഴ്ച ദിവസങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യമായിട്ടുള്ളത്. സൂര്യൻ്റെ ദിവസം ഞായറാഴ്ചയായിട്ടാണ് പറയുക. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രക്തചന്ദനാണ് ഇവിടെ പ്രസാദമായിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും പൂജയ്ക്ക് ആവശ്യത്തിനും ഒക്കെ വെളുത്ത ചന്ദനാണ് ഉപയോഗിക്കുക. ഇവിടെ അത് പതിവില്ല. ഇവിടെ രക്തചന്ദനാണ്. ഭഗവാന് ചാർത്താനും മുഴുക്കാപ്പി ചാർത്ത ഇതൊക്കെ രക്തചന്ദനാണ്. ആ രക്തചന്ദന പ്രസാദമാണ് ഭക്തർക്ക് പ്രസാദമായിട്ട് കൊടുക്കുന്നത്. പൊതുവിൽ രോഗശമനാണ് സൂര്യഭജനത്തിൻ്റെ ഫലമായിട്ട് പറയുക. പ്രത്യേകിച്ച് ത്വക്ക് രോഗം, കണ്ണിൻ്റെ അസുഖങ്ങൾ ഇതൊക്കെ മാറാൻ വളരെ പ്രധാനമായിട്ടാണ് പറയുക സൂര്യനെ ഉപാസിക്കുന്നത്. ഇവിടുത്തെ പ്രധാന നിവേദ്യം അട നിവേദ്യമാണ്. ഭഗവാന്റെ ഇഷ്ട നിവേദ്യമായിട്ടാണ് പറയുക. പിന്നെ മഹാനിവേദ്യം ഉണ്ട്, അത് പിഴിഞ്ഞു പായസമാണ്. അപ്പോൾ ഞായറാഴ്ച ഉച്ചപ്പോയ്ക്ക് മാത്രമേ ഈ മഹാനിവേദ്യമുള്ളൂ. ഈ രണ്ട് പ്രധാന നിവേദ്യങ്ങളാണുള്ളത്. പിന്നെ മറ്റ് പ്രധാന വഴിപാടുകൾ രക്തചന്ദനം കൂട്ടി നടക്കി വയ്ക്കുക വളരെ പ്രധാനമാണ്. കർമ്മദോഷങ്ങൾ സർവ്വപ്രായശ്ചിത്തം ചെയ്യാമെന്നാണ്. അറിയാണ്ടൊക്കെ ചെയ്ത തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തമായിട്ടാണ് രക്തചന്ദനം കൂട്ടി നടക്കിൽ സമർപ്പിക്കുക. പിന്നെ ആദിത്യ പൂജ, നവഗ്രഹ പൂജയായിട്ടുണ്ട്. പിന്നെ മുഴുക്കാപ്പ്, രക്തചന്ദനം കൊണ്ട് മുഴുക്കാപ്പ് ഭഗവാനെ ചാർത്ത്, അതൊക്കെ വളരെ പ്രധാനമായിട്ടുള്ള വഴിപാടുകളാണ്. പിന്നെ കാവടി എടുക്കുക, അത് വളരെ പ്രധാനമാണ്. കാവടി എടുക്കുന്നത് അത് ഏറ്റവും പ്രധാനം മേടമാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയും വൃശ്ചിക മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ്. അന്ന് ഉത്സവമായിട്ടാണ് കൊണ്ടാടുന്നത്. അത് സൂര്യൻ ഉച്ചസ്ഥായിൽ നിൽക്കണ മേടമാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് ഏറ്റവും വിശേഷമായിട്ട് ആഘോഷിക്കാറുള്ളത്. അന്നേ ദിവസം ഈ ഞങ്ങളുടെ ഇല്ലത്തെ ആരെങ്കിലും ഒരാൾ കാവടി എടുക്കണം എന്നുള്ള നിർബന്ധമുണ്ട്. ആദ്യത്തെ കാവടി ഇല്ലത്തുനിന്നാണ് എടുക്കുക. അതെടുത്ത് പ്രദക്ഷിണം വെച്ച് സമർപ്പിക്കും. അതിനുശേഷം ധാരാളം ഭക്തജനങ്ങളും കാവടി എടുത്ത് സമർപ്പിക്കും. അതിനുശേഷം ഉച്ചപൂജയ്ക്ക് ഈ കാവടി അഭിഷേകം, രക്തചന്ദനാണ് കാവടി എടുക്കുക. രക്തചന്ദനം അഭിഷേകം ചെയ്യാണ് പതിവ്. ഇവിടെ വൃത്താകാരമായിട്ടുള്ള ശ്രീകോവിലിൽ സൂര്യഭഗവാൻ പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. പത്മാസനത്തിൽ തപോമുദ്രയായിട്ടാണ്. ശംഖ് ചക്രം 2 കയ്യിൽ, പിന്നെ തപോമുദ്രയാണ്. അതേക്കുറിച്ച് പറയണത് എന്താണെന്ന് വെച്ചാൽ ദുർഗയെ ധ്യാനിക്കുന്നതായിട്ടാണ് ഇവിടുത്തെ സങ്കല്പം. അതായത് അങ്ങനെയൊരു ഐതിഹ്യമുണ്ട്. തനിക്ക് കൂടുതൽ ശക്തി നേടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ദുർഗയെ ധ്യാനിച്ചു എന്നാണ്. അപ്പോൾ ദുർഗ പ്രത്യക്ഷമായിട്ട് ഉദയം മുതൽ 6.25 നാഴിക വരെ എല്ലാ ദേവന്മാരുടെയും ശക്തി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ആദിത്യനെ അനുഗ്രഹിച്ചു എന്നാണ്. അപ്പോൾ ഈ ഉദയം മുതൽ 6.25 നാഴിക സൂര്യനെ ഭജിച്ചാൽ എല്ലാ ദേവന്മാരെയും ഭജിച്ചതിന് തുല്യമായി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു രൂപത്തിലുള്ള ധ്യാനമാണ് ഇവിടെ ഭഗവാന്റെ. ഇവിടെ ഭഗവാനോട് ചേർന്ന് തൊട്ട് പുറകിൽ ദുർഗയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു കൊല്ലവർഷം 1050കളിലാണ് ഈ ദുർഗാപ്രതിഷ്ഠ നടന്നിട്ടുള്ളത്. മുത്തച്ഛൻ്റെ കാലത്താണ് ആ ദുർഗാപ്രതിഷ്ഠ ഉണ്ടായിട്ടുള്ളത്. അതിനു മുമ്പ് സൂര്യൻ്റെ ശ്രീകോവിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിവിടെ അടുത്തൊരു ക്ഷേത്രം 2 കിലോമീറ്റർ മാറി ആയിരുന്നു ദുർഗയുടെ ക്ഷേത്രം ഉണ്ടായിരുന്നത്. അത് അവിടെ ക്ഷേത്രം ജീർണിച്ച് ശ്രീകോവിലൊക്കെ പൊളിഞ്ഞ്
ഈ വിഗ്രഹം അവിടെ ഒരു കാട്ടിൽ അനാഥമായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അതിങ്ങനെ മുത്തശ്ശൻ അറിഞ്ഞ് മുത്തശ്ശന് വല്ലാത്ത വിഷമം തോന്നി. ഒരു ദിവസം കുളിച്ച് പോയി വിഗ്രഹം എടുത്തുകൊണ്ട് പോകുന്നു. എന്നിട്ട് ഇവിടെ ഭഗവാന്റെ ശ്രീകോലിൻ്റെ പുറകിൽ ചാരി വയ്ക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് പിന്നെ പ്രശ്നം വെച്ച് നോക്കി എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ തന്നെയാണ് വരണ്ട ദിക്കിലേക്ക് തന്നെയാണ് വന്നതെന്നും ദേവൻ്റെ ധ്യാനമായിട്ട് ബന്ധം ഉള്ളതുകൊണ്ട് ഇവിടെ തന്നെ പ്രതിഷ്ഠിച്ചോളൂ എന്നാണ് അന്ന് പ്രശ്നവിധിയിൽ കണ്ടത്. അങ്ങനെയാണ് അവിടെ പ്രതിഷ്ഠയുണ്ടായത്. ത്രേതായുഗം മുതൽക്കേ ഇവിടെ സൂര്യദേവന്റെ പ്രതിഷ്ഠയുള്ളതായി ഐതിഹ്യങ്ങൾ പറയുന്നു. എന്നാൽ ക്ഷേത്രത്തിന്റെ പഴക്കം തെളിയിക്കുന്ന തെളിവുകളൊന്നുമില്ല. പടിഞ്ഞാറ് ദർശനമായി വട്ട ശ്രീകോവിലിൽ ചതുർബാഹുവായി പത്മാസനത്തിൽ തപസ്സിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ. 2 കൈകളിൽ ശംഖ്, ചക്രം എന്നിവയുണ്ട്. മറ്റു 2 കൈകൾ തപോമുദ്രയിലാണ്. ആദിത്യ ക്ഷേത്രമെങ്കിലും ഇവിടെ നവഗ്രഹ പ്രതിഷ്ഠയില്ല. എണ്ണ വലിച്ചെടുക്കുന്ന പ്രത്യേകതരം ശിലയിലാണ് ഇവിടുത്തെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. കണ്ണുരോഗവും ത്വക്ക് രോഗവും മാറാൻ വേണ്ടിയുള്ള വഴിപാടുകൾക്കാണ് ഇവിടെ പ്രാധാന്യം. ഇവിടെ ഉപദേവതകളായി ദുർഗാ ഭഗവതി, ധർമ്മശാസ്താവ്, യക്ഷിയമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. അടനിവേദ്യം, രക്തചന്ദന സമർപ്പണം എന്നിവയാണ് മറ്റു പ്രധാന നിവേദ്യങ്ങൾ. രോഗശാന്തിക്ക് വേണ്ടിയാണ് ആളുകൾ ഇവ നിവേദിക്കുന്നത്. കൈക്കുമ്പിളിലെ ഇലച്ചാർത്തിൽ രക്തചന്ദനവും മനസ്സിൽ ഭക്തിയുടെ അരുണകിരണവും നിറച്ച് ഈ യാത്ര ഇവിടെ പൂർണ്ണമാകുന്നു.